ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് ഞാൻ ഇതുപോലെയാണ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ചിക്കൻ്റെ കഷ്ണങ്ങൾ തന്നെ കണ്ട വലുതായ കാരണം ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചിക്കനിലേക്ക് ചേർക്കാനുള്ള മസാല ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി കടല ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഉണ്ട വെളുത്തുള്ളി അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 10 പച്ചമുളക്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പച്ചമുളക് ഇച്ചിരി പഴുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായ പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പച്ചമുളകാണ് ഇടുന്നത്. എപ്പോഴും എരിവുള്ള പച്ചമുളക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ സാധാ മുളകാണ് ഉള്ളതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എരിവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഇച്ചിരി എരിവിലാണ് ഈ ചിക്കൻ ഫ്രൈ, സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിയിലയാണ്. മല്ലിയില ഇച്ചിരി കൂടുതൽ അളവിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് അരച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോഴത്തെ ഈ മസാല നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കയ്യിലെടുത്തത് എന്നേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ ആയിട്ട് നമ്മൾ എരിവുള്ളതൊക്കെ പറ്റി കഴിഞ്ഞാൽ അത്ര എരിവ് കയ്യിൽ പിടിക്കില്ലെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ മസാല നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കനിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചിക്കനും മസാലയും പൊടികളൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ഞാൻ ഈ ടൈമിൽ ഇട്ട് കൊടുക്കണില്ല, അത് ഞാൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഈ മസാലയ്ക്ക് ആയിട്ട് ചിക്കൻ നല്ല മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റിനായിട്ട് വെക്കാം. ഞാനിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാണ് ഇത് റെസ്റ്റിനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്യണില്ല, കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ചിക്കൻ്റെ ഈ സൈഡും കൂടി മായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ എല്ലാതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിലത്തെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ബാക്കി എല്ലാ വെളിച്ചെണ്ണയും ഇതിന് തെക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 മുറി നാളികേരത്തിൻ്റെ പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതെന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുത്തുള്ള പാലാണ്. 1-ാം പാലോ 2-ാം പാലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നാളികേരപ്പാൽ കിടന്നിട്ട് ചിക്കനൊന്ന് റെഡിയായി വരട്ടെ. അതുപോലെ തന്നെ ഈ നാളികേരപ്പാലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള നാളികേരപ്പാൽ നല്ലപോലെ തിളച്ചിറങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക.
ഈ നാളികേരപ്പാൽ വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നാളികേരപ്പാൽ കിടന്ന ചിക്കനൊക്കെ ഒന്ന് റെഡി ആയി വരട്ടെ. അപ്പോൾ ഈ ചിക്കൻ ആ നാളികേരപ്പാലിൽ കിടന്നിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഫൈനൽ എന്ന് പറഞ്ഞ പോലെ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഈ ചിക്കൻ ഫ്രൈ നമുക്ക് വൈറ്റ് റൈസിലേക്കും അതുപോലെ തന്നെ ബാക്കി ചപ്പാത്തി, പൊറോട്ട അതിലേക്കൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഏകദേശം ഫ്രൈ ആയിട്ടുള്ള ചിക്കനിൽ നമ്മൾ ആ നാളികേരപ്പാൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കില്ലേ, അതാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ കഴിക്കുമ്പോൾ ആ മസാല കൂടിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നുകൂടിയും കിട്ടുക. ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും ആ മസാലയിൽ ഒന്നുകൂടിയും ആ മല്ലിയിലയും ഒക്കെ ഫ്ലേവർ എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.